بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ, സന്തോഷത്തോടെ, ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന് വഴിപ്പെടാനാണ് നമ്മുടെ ആയുസ്സിന്റെ നിയോഗം. എല്ലാ സമയങ്ങളിലും റബ്ബ് എന്ന ചിന്തയിൽ നമുക്ക് കഴിയുക എന്നത് അസാധ്യമാണ്. എന്നാലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു പൊരുത്തപ്പെട്ടതാവുക എന്നുള്ളിടത്തിലേക്ക് നമ്മൾ ഒരു പരിശ്രമം നിർബന്ധമായും നിരന്തരം നടത്തേണ്ടതുണ്ട്. നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അതിനെ അമലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും എനിക്ക് ഇതിൻ്റെ പേരിൽ കൂലി കിട്ടുമോ എന്ന് ചിന്തിക്കുകയും ചെയ്യണം. അള്ളാഹു അതിനുള്ളൊരു ബോധവും ഒരു ഉൾവിചാരവും നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യാണ്. ഒന്ന് ചിരിച്ചാൽ, ഒന്ന് അനങ്ങിയാൽ, ഒന്ന് കരഞ്ഞാൽ, ഒന്ന് മിണ്ടിയാൽ, എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്താൽ, ഒരു സഹായം ചെയ്താൽ ഒക്കെ ഇതിനൊക്കെ എനിക്ക് അള്ളാഹു കൂലി തരണം എന്ന ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനോമുഖരത്തിൽ ആ ഒരു വിചാരം നിരന്തരം ഉണ്ടാവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ചെയ്യുന്നത് മുഴുവനും അമലാവണം. നിലവിൽ അമല് എന്ന് പറഞ്ഞ് നമുക്ക് ക്രോഡീകരിച്ചു തന്ന പലതുമുണ്ട്. അമല ആക്കാൻ വേണ്ടി നമുക്ക് ജായിസായ പലതും ഉണ്ട്. അത് അമലാക്കാം. നമുക്ക് ഉറക്കം അമലാക്കാം, പാചകം അമലാക്കാം, വിളമ്പിക്കൊടുക്കൽ അമലാക്കാം. ഉറക്കത്തിന്റെ അതബുകൾ പാലിച്ച് ചെയ്താൽ ഉറക്കം അമലാണ്. പാചകം കുടുംബത്തിനുള്ള ഒരു സേവനം എന്ന കരുതലിൽ പാചകത്തിനിറങ്ങിയാൽ അത് അമലാണ്. വിളമ്പിക്കൊടുക്കൽ ബിസ്മിയോടുകൂടെയാണെങ്കിൽ അതിന് സ്വതക്കയുടെ പരിഗണന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ പലതിനെയും നമുക്ക് അമലാക്കാം. അതിനപ്പുറം അമല് എന്ന് പറഞ്ഞ് നമുക്ക് ക്രോഡീകരിച്ചു തന്ന പലതുമുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, സദഖ, അങ്ങനെയൊക്കെ പലതുണ്ട്. നിലവിൽ അമല് അല്ലാത്തതിനെ അമല് ആക്കാനും പറ്റും, അമലായിട്ടുള്ളതിനെ ഒന്ന് നന്നാക്കാനും പറ്റും. എല്ലാത്തിനും കൂടി ഒറ്റ മരുന്നേ ഉള്ളൂ. പരിശുദ്ധ ഖുർആന്റെ പാരായണം ജീവിതത്തിൽ ശീലമാക്കലാണ്. ഖുർആൻ പാരായണം എത്ര നമുക്ക് നടത്താൻ പറ്റുന്നോ അത്രയും നമ്മുടെ ഉള്ളിൽ ഇതിന് എനിക്ക് അല്ലാഹ് കൂലി തരും എന്ന ചിന്ത വരും. ഏത് കാര്യം ചെയ്യുമ്പോഴും മനസ്സ് ഫ്രഷ് ആവണമെങ്കിൽ ഖുർആൻ പാരായണം ഉണ്ടാവണം. ഖുർആൻ പാരായണം അറിയാത്ത മുസ്ലിം ഇല്ല. കാരണം സൂറത്തുൽ ഫാത്തിഹയെങ്കിലും അറിയാത്തവർ ആരുമില്ലല്ലോ. ഖുർആൻ പാരായണം നിരന്തരം ഉണ്ടെങ്കിൽ അതിന്റെ മനഃശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാട് ഹൃദയ സാന്നിധ്യത്തോടു കൂടെ അമല് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ പല ആയത്തുകളും അതിലേക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എത്രയാ പറ്റുന്നത് അത്രയും. ഒരു ഉമ്മാക്ക് സൂറത്ത് യാസീൻ ഓതാനേ അറിയും. യാസീൻ തന്നെ ഓതാ. 50 യാസീൻ ഓതും, ചിലപ്പോ 20 യാസീൻ ഓതും. എനിക്കറിയാവുന്ന ഒരു സഹോദരിയുണ്ട്. അവർ ഈ അടുത്ത ദിവസം എന്നോട് പറഞ്ഞു, മരണപ്പെട്ടവരുടെ ഭർത്താവിന് വേണ്ടി ഈ കുറഞ്ഞ കാലം കൊണ്ട് 300 ഖത്തം അവർ ഓതി എന്ന്. അള്ളാഹു കബൂലാക്കട്ടെ. 300 ഖത്തം പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി 10 വർഷത്തോളം അടുത്ത കാലം കൊണ്ടവർ ഓതി എന്ന്. നിരന്തരം ഖുർആൻ. തൃശ്ശൂർ ജില്ലയിൽ ഒരു ഉമ്മയുണ്ടായിരുന്നു, അവർ മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരു വർഷം 60 അല്ലെങ്കിൽ 50ന്റെയും 60ന്റെയും ഇടയിൽ ഖത്മുൽ ഖുർആൻ ഓതുന്ന ഒരു പഴയ മലബാരി ലിപിയുള്ള ഒരു പഴയ മുസ്ഹഫിൽ ഓതിയിരുന്ന ഒരു ഉമ്മ. അമലുകൾ ഒരുപാടുണ്ട്. ഏത് അമല് ചെയ്താലും ഹൃദയ സാന്നിധ്യം വേണോ എന്നാൽ ഖുർആൻ പാരായണം ഉണ്ടാവണം.
അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതുമായ ചില കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിച്ച് പറയാനാണ് ഈ കുറഞ്ഞ നേരം ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ അറിവിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. സൂറത്തുൽ ഫാത്തിറിന്റെ 1-2 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ് സ്വലാഹ് وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. ഈ ആയത്തുകൾ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ചില അമലുകളാണ്. ഇന്നല്ലദീന, ഒരു വിഭാഗം ആളുകൾ, തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ, അവരുടെ ഒന്നാമത്തെ പ്രത്യേകത യത്ലൂന കിതാബല്ലാഹ്, അവർ ഒറ്റക്കിരിക്കുമ്പോൾ ഖുർആൻ ഓതും. ആരും കേൾപ്പിച്ചിട്ട് ഓതലല്ല, തന്റെ ആസ്വാദനത്തിന്റെ ഓതലിനാണ് തലായത്തില് പറയാം. തന്റെ ഏകാന്തതയിൽ ഖുർആൻ പാരായണം നിരന്തരമുണ്ട്, ആരും ബോധ്യപ്പെടുത്തലല്ല. ആ ഓതിയതിന്റെ കണക്ക് തന്റെ കയ്യിലാ ഉള്ളത്. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഖുർആൻ പാരായണം നടത്തുന്ന ആളുകൾ, ആദ്യം പറഞ്ഞ അമൽ അതാണ്. അങ്ങനെ ഒറ്റയ്ക്കിരുന്നുള്ള ഖുർആൻ പാരായണം ഉണ്ടെങ്കിലാണ് ഇനി ശേഷം പറയുന്ന അമലുകളിൽ അതിന്റെ കഴമ്പ് നമുക്ക് കിട്ടൂ. രണ്ടാമത് പറഞ്ഞ അമല് അഖാമുസ്സലാ, നിസ്കരിക്കുന്നവർ എന്നല്ല. അഖാമ യുഖീമു എന്ന പ്രയോഗത്തിൽ നിസ്കാരത്തെ അവതരിപ്പിക്കുന്നത് സമയബന്ധിതമായി നിസ്കരിക്കലാണ്. അതിരി പ്രയാസമുള്ള കാര്യമാണ്. എപ്പോഴേലും നിസ്കരിക്കൽ പ്രാധാന്യമുള്ള കാര്യമല്ല. സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നാം ഇരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിന്റെ വിശാല വിസ്തൃതിയിൽ ഇതിന് നിശ്ചയിക്കപ്പെട്ട ചില തൂണുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിന് കൃത്യമായ അകലം ഉണ്ട്, അതിന് കൃത്യമായ ഉയരമുണ്ട്, അതിന് കൃത്യമായ വണ്ണമുണ്ട്. എല്ലാം ഒരുപോലെ ഇരിക്കാം. ഒന്ന് നോക്കിക്കോളൂ. നാം ഇരിക്കുന്ന കസേരയുടെ കാല്, അതിന്റെ ആ ചെയറിന്റെ കാല് 4 സ്ഥലത്ത് കൃത്യമായ അതിന്റെ അളവിലും കൃത്യമായ അതിന്റെ വ്യവസ്ഥയിലും സ്ഥാപിച്ചാലല്ലാതെ അത് നിലനിൽക്കില്ല. ദീൻ നിലനിൽക്കാൻ കൃത്യമായ വ്യവസ്ഥയിലും സമയത്തിലും സ്ഥാപിക്കപ്പെട്ട ദീനിന്റെ തൂണ്, അത് നിസ്കാരം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉചിതമായ നേരം അത് അതിന്റെ ആദ്യ നേരമാണ്. അവ്വൽ വഖത്ത്, സമയബന്ധിതമായി നിർവഹിക്കുക എന്നതാണ് രണ്ടാമത് പറഞ്ഞ അമല്. വഅഖാമുസ്സലാഹ്, നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കാം. ആദ്യം പറഞ്ഞത് ഖുർആൻ തനിച്ചിരുന്നോത, അതിനുശേഷം നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കാം. രണ്ടാമത് പറഞ്ഞ നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കുന്നതിന് ആദ്യം പറഞ്ഞത് ഉണ്ടായേ പറ്റൂ. ബേസ് അതാണ്. തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം, ആസ്വദിച്ചുകൊണ്ട് തന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഖുർആൻ പാരായണം, ഒരു പേജ് മതി. അത് ഉണ്ടെങ്കിൽ രണ്ടാമത് പറഞ്ഞ് കൃത്യമായിട്ട് നടന്നിരിക്കും സമയബന്ധിതമായ നിസ്കാരം. എന്റെ അടുത്ത് മുമ്പൊരിക്കൽ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ മകൾക്ക് ഭർത്താവിനെ തേടുന്ന നേരത്ത് പറഞ്ഞു, നല്ല ആലോചനകളുണ്ട് പറയണം, നിസ്കാരമുള്ളവർ എന്ന് അദ്ദേഹം പറഞ്ഞില്ല, ഖുർആൻ പാരായണം ഉള്ള ചെറുപ്പക്കാർ. അപ്പൊ ഞാൻ ചോദിച്ചു, നിസ്കാരം എന്താ പറയാത്തത്? അപ്പൊ മുമ്പര് പറഞ്ഞത്, നിസ്കാരം എല്ലാവർക്കും ഉണ്ടല്ലോ, ഖുർആൻ പാരായണം എന്നത് ആലിമീങ്ങളിൽ പോലും ഉണ്ടോന്നാ ഞാൻ സംശയിക്കുന്നത് എന്നാ പറഞ്ഞത്. അപ്പൊ ഖുർആൻ പാരായണം ഉണ്ടെങ്കിൽ നിസ്കാരം ഓട്ടോമാറ്റിക്കലി ആയിട്ട് വരും. മൂന്നാമത് പറഞ്ഞു, രഹസ്യമായും പരസ്യമായും അള്ളാഹ് കൊടുത്തതൊക്കെ അള്ളാന്റെ പൊരുത്തത്തിൽ ചെലവാക്കാം. ആരോഗ്യമാവാം, ഒഴിവ് സമയമാവാം, സമ്പത്താവാം, സ്വാധീനമാവാം, എന്തു ആവാം. അള്ളാന്റെ പൊരുത്തത്തിൽ എനിക്ക് കൂലി കിട്ടും ഇതിന് എന്ന് ചിന്തിച്ച് ചെലവ് ചെയ്യുന്നവൻ ഈ ഖുർആൻ പാരായണം കൊണ്ട് തുടങ്ങിയിട്ട് ശേഷം പറഞ്ഞ എല്ലാ അമലും പരാജയപ്പെടാത്ത ഒരു വലിയ കച്ചവടം ചെയ്യുന്ന പോലെ ലാഭം വരിപ്പിക്കാൻ അവന് കഴിയും എന്ന് ഖുർആൻ. പരാജയമില്ലാത്ത നിരന്തരം ലാഭം കൊയ്തെടുക്കാൻ കഴിയുന്ന ഒരു കച്ചവടം എന്ന് പറഞ്ഞിട്ടുള്ള അമലുകൾ, അതിന്റെ ആദ്യത്തെ അടിത്തറ ഒറ്റക്കിരുന്നുള്ള ഖുർആൻ പാരായണം. ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലിഹി ഇന്നഹു ഗഫൂറുൻ ശകൂർ. പരിപൂർണ്ണ കൂലി കിട്ടാൻ അമലുകളുടെ ക്രോഡീകരണത്തിൽ നിർബന്ധമായിട്ടും വേണം. മഹാന്മാരായ സുഫിയാക്കൾ പറയാറുണ്ട്, ഒരു ദിവസം മുസ്ഹഫിനെ പട്ടിണി ഇടല്ലേ എന്ന്. മുസ്ഹഫിനെ പട്ടിണി ഇടാൻ പാടില്ല. നിസ്കരിക്കുന്നവർ
എന്നതിൽ പ്രാധാന്യമല്ല. സമയബന്ധിതമായി നമുക്ക് നിസ്കരിക്കാൻ പറ്റണില്ലെങ്കിൽ, നമുക്ക് വിശപ്പ് വന്ന ഒരു രക്ഷയില്ലെങ്കിൽ നമ്മൾ ആ സമയത്തിന് ആഹാരം കഴിച്ചിരിക്കും. താങ്ങൂല. നമുക്ക് ദാഹം വന്നാൽ നമുക്ക് നിർവാഹം ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്തിന് വെള്ളം കുടിച്ചിരിക്കും. നോമ്പൊന്നും അല്ലാത്ത നേരത്ത് നിസ്കരിക്കാതിരിക്കാൻ പറ്റണില്ല. വാങ്ങ് കുളിച്ചെനിക്ക് ഞാൻ ഒരു അടി മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല, നിസ്കരിച്ചേ പറ്റും. ആ രീതിയിൽ നമ്മുടെ മനസ്സ് നമ്മെ പിരിമുറുക്കത്തിലേക്ക് കൊണ്ടുവരും. നിസ്കരിക്കാതിരിക്കാൻ കഴിയില്ല. അതിലേക്കൊരു ആസ്വാദനവും ആഗ്രഹവും ഉണ്ടാക്കും. ഖുർആൻ പാരായണം കുറച്ചുണ്ടായാൽ മതി. ഇപ്പൊ നിലവിൽ എന്നെ കേൾക്കുന്നവർ വാക്യ ഓതുന്നവരാ. ഒരു വാക്യ ഓതാനാണ് ഒരു ദിവസം, അല്ല ഒരെണ്ണെങ്കിലും ഓതണം. നിരന്തരം ഖുർആൻ ഓതിക്കോ, നമ്മൾ നന്നാവും. അള്ളാഹു നന്നാക്കി തരട്ടെ. കേട്ടോളൂ, സമയബന്ധിതമായി നിസ്കരിക്ക എന്നത്, സമയബന്ധിതമായി നിസ്കരിക്ക എന്നത്, ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് നിസ്കരിക്ക എന്നത്, തഹജ്ജുദ് സുബ്ഹി ഒക്കെ പ്രയാസ. ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താം, കുറച്ചുറങ്ങാൻ ആ മനുഷ്യനോട് പറഞ്ഞിട്ടുള്ളൂ. ഉറങ്ങാതെ എഴുന്നേറ്റ് വന്നുകൊണ്ട് നിസ്കരിക്കാൻ ആ മനുഷ്യനോട് ഖുർആന്റെ പ്രഖ്യാപനം. ആ മനുഷ്യനാണ് നബിയുനാ റസൂലുള്ളാഹി. എങ്ങനെയാ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബിനോട് എങ്ങനെയാ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ യൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. ഒരുപാട് രഹസ്യങ്ങൾ ഇതിന്റെ ആദ്യ ഭാഗത്തെ ആയത്തുകളിൽ ഇങ്ങനെയുണ്ട്. ഈ സൂറത്തിന്റെ പ്രത്യേകതകൾ അറിയോ? എന്ന് ഇടയ്ക്കൊന്ന് പറയാം. നമുക്കൊരു വിസ ശരിയാകുന്നില്ല, ഒരു ജോലിയുടെ തടസ്സങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു 3 എണ്ണം സുബഹി കഴിഞ്ഞു 3 എണ്ണം മഗ്രിബ് കഴിഞ്ഞു ഓതിയാൽ മതി. മഹാന്മാർ അങ്ങനെ പറയാറുണ്ട്. കെട്ടുകളഴിയാൻ സൂറത്തുൽ മുസമ്മിൽ. ഏതാ സൂറത്ത്? സൂറത്തുൽ മുസമ്മിൽ. കെട്ടുകൾ അഴിയാൻ സൂറത്തുൽ മുസമ്മിൽ. ശത്രുവിന്റെ ശല്യം ഒഴിവാവാൻ സൂറത്തുൽ മുസമ്മിൽ. ചെറിയ അധ്യായം സൂറത്തുൽ മുസമ്മിൽ. ശരീരത്തിന് ഉന്മേഷമുണ്ടാവാൻ സൂറത്തുൽ മുസമ്മിൽ. തളർച്ചകൾ മാറാൻ സൂറത്തുൽ മുസമ്മിൽ. നീയത്ത് വെച്ചിട്ട് കൂടെ ഓതിയാൽ മതി. ഇതിൽ പറയുന്നത് ഉണർന്ന് വരാൻ, ആവേശത്തോടുകൂടെ വരാൻ. യാ അയ്യുഹൽ മുസമ്മിൽ. മുത്ത് നബിയെ വിളിച്ചു, മുസമ്മിലായ നബിയെ, ഖും, ഉറങ്ങിയോടത്തുനിന്ന് എഴുന്നേൽക്കണേ, എഴുന്നേറ്റ് വരണം. ഉറങ്ങിയിട്ട് എണീറ്റ് വരുന്നതിനാ ഖും എന്ന് പറയാം. അല്ലൈൽ, ഈ രാത്രി ഉറങ്ങിയോടത്ത് എണീറ്റ്. ഇല്ല ഖലീല, കുറച്ചുറങ്ങിയാൽ മതി നബിയേ. അപ്പൊ ഉറക്കച്ചടയുണ്ട്, ക്ഷീണമുണ്ട്. ആ ക്ഷീണം മാറ്റിയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ സൂറത്ത് ഓതി ആ ക്ഷീണം അങ്ങോട്ട് മാറണം. ഖുമിൽ ലൈല ഇല്ലാ ഖലീല, ഈ രാവിൽ കുറഞ്ഞ സമയം മാത്രം അങ്ങ് ഉറങ്ങ് നബിയേ. നിസ്ഫഹു, കുറഞ്ഞ സമയം ഉറങ്ങ് എന്ന് പറഞ്ഞതിനെ പിന്നെയും പകുതിയാക്ക് നബിയേ. അവൻഖുസ് മിൻഹു ഖലീല, പകുതി ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞതിന് പിന്നെയും കുറയ്ക്ക് നബിയേ. ഇങ്ങനെ പറയുന്നോടത്തൊരു മനുഷ്യന്റെ മനസ്സിന് മടുപ്പ് വരാൻ പാടില്ല. കുറഞ്ഞതിൽ അങ്ങ് മാറ്റി വെച്ചതിൽ കൂടുതലും ഉറങ്ങാതെ നോക്ക് നബിയെ. ഈ മനുഷ്യൻ എവിടെ ഉറങ്ങാൻ? വന്നിട്ടങ്ങ് നിസ്കരിക്ക് നബിയെ. അങ്ങനെ ചെയ്തിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു തളർച്ചയും ഉണ്ടായിട്ടില്ല, ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല. എന്താണ് ഈ ഉന്മേഷത്തിന്റെ, ആവേശത്തിന്റെ പിന്നിലുള്ള ആ രഹസ്യം? ഖുർആൻ പറഞ്ഞു, വറത്തിലിൽ ഖുർആന തർത്തീല.
ഖുർആൻ നന്നായിട്ട് ഓതിയാ മതി, ക്ഷീണം മാറിക്കോളും, തളർച്ച മാറും, നിസ്കരിക്കാൻ ആവേശമുണ്ടാവും. അലാറൻ വേണ്ട, ഖുർആൻ ഓദിക്കോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു പതിവായിരുന്നു ഖുർആൻ ഓതൽ. സ്വഹീഹുൽ ബുഖാരി ഒരു ഹദീസ് പറയുന്നുണ്ട്, സ്വഹാബികൾ ഇങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കാ. ഓരോരുത്തരും നബിയെ കുറിച്ച് പറയാ. നമ്മുടെ കാലഘട്ടത്തിൽ കുറെ ആളുകൾ പറയാ, അങ്ങനെ പ്രകീർത്തിച്ച ശിർക്കാണ് മുസ്ലിയാരെ, പോയല്ല പണി നോക്കാൻ പറയും. സ്വഹാബികൾ ചെയ്തത് അങ്ങനെയാണ്, പ്രകീർത്തിക്കലായിരുന്നു. ചിലരിങ്ങനെ പറയാൻ തുടങ്ങി, നബിയുടെ പുകളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അന്ന് പ്രധാനമായും പറഞ്ഞിരുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇബാദത്താ. ഹൈസം ഇബ്നു സിനാൻ എന്ന സ്വഹാബിയിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സദസ്സിൽ സന്നിഹിതരായ സ്വഹാബികളുടെ മുന്നിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകീർത്തനങ്ങൾ പറയുന്നോടത്ത് മഹാനായ സ്വഹാബി ശ്രേഷ്ഠൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രകീർത്തിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിയുടെ ഇബാദത്തിനെ കുറിച്ച് പ്രകീർത്തനത്തിന്റെ വാക്കുകളിൽ കടമായി മഹാനവറുകൾ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്തു. സ്വഹാബി പ്രമുഖനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ റസൂലുള്ളാഹിനെ കുറിച്ച് പാടിയത്, ഇന്ന അഖാകും ലാ യഖൂലു റഫസ് യഅനി ബിഹി അബ്ദുല്ലാഹി ഇബ്നു റവാഹ. പ്രിയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റസൂലുള്ളാഹിനെ കുറിച്ച് പ്രകീർത്തിച്ച് പറഞ്ഞത് ഞാൻ ഇവിടെ പറയാം. എന്താണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഹബീബായ നബിയെ കുറിച്ച് പറഞ്ഞത്? വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദാ ശഖ മഅറൂഫു മിനൽ ഫജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മുഖിനാതുൻ അന്ന മാ ഖാല വഖിഉ യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദാ ഇസ്തഖാലത് ബിൽ മുശ്രികീനൽ മലാജിഉ സ്വലാത്തു വതസ്ലീമു വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറുൽ ബരിയതി. സഹാബി പാടി, വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു. തനിച്ചിരുന്ന് ഖുർആൻ ഓതി ആസ്വദിക്കുന്ന ഒരു നബിയാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. ആ നബിയുടെ പേരാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹസൻ അലി അൻ-നദ്വി സാഹിബ് അദ്ദേഹത്തിന്റെ ലോക പ്രശസ്ത കിതാബായ റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഖുർആൻ പാരായണം നടത്തും. ആസ്വദിച്ച് അത് കേൾക്കാൻ ആയിരങ്ങളാണ്. ഖുർആൻ പാരായണം കേട്ടാൽ മതി. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകത എന്താ? ഉഷസ്സിന്റെ ഉദയനേരം എന്ന് പറഞ്ഞാൽ തഹജ്ജുദിന്റെ നേരത്ത് എഴുന്നേറ്റ് വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന നബിയാണ് മുഹമ്മദ് മുസ്തഫ. യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദാ തഖാലത് ബിൽ മുശ്രികീനൽ മലാജിഉ. ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരുടെ ശരീരത്തിന്റെ ഭാരം കൊണ്ടും വലിപ്പം കൊണ്ടും അവർ കിടന്നുറങ്ങുന്ന കട്ടിലുകൾ വീർപ്പ് മുട്ടുമ്പോൾ ആയിഷ ബീവിയുടെ കിടപ്പറയിൽ നിന്നും ഹഫ്സ ബീവിയുടെ കിടപ്പറയിൽ നിന്നും എഴുന്നേറ്റ് വന്നുകൊണ്ട് ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പുതപ്പ് തട്ടി മാറ്റിയിട്ട് വന്ന് നിസ്കരിക്കുന്ന
ഖുർആൻ ഓതുന്ന മുഹമ്മദ് മുസ്തഫ അന്നേരം എണീറ്റ് വരാൻ ഒരലാറിനും വേണ്ട. ആ പകല് കുറെ ഖുർആൻ ഓതിയ ആളാണെങ്കിൽ അന്നേരം എണീറ്റ് വരുമ്പോ ഉറക്കച്ചടയില്ല. ഖുർആൻ പാരായണം മനോമുഖരത്തിന്, തലച്ചോറിന് കൊടുക്കുന്നൊരു ഉത്തേജനമുണ്ട്. അതൊരു വല്ലാത്ത ഉണർവാണ്. അള്ളാഹു തരട്ടെ. അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാന്നുള്ളൊരു ചിന്ത ഉണ്ടാവാൻ ഖുർആൻ പാരായണം കൂടിയാൽ മതി. വർത്താനം പറയുമ്പോ ഞാൻ ഈ പറയണത് എനിക്ക് അള്ളാഹ് കൂലി തരോ ഇല്ല, ഇതിന്റെ പേരിൽ അള്ളാഹ് എന്നെ പിടിച്ചു നിർത്തോ ഇല്ലയോ. നിസ്കാരം നമ്മുടെ കൂടെ ഉണ്ടാവാൻ, നിസ്കാരം നമ്മുടെ കൂടെ ഒരു സഹായമായിട്ടുണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം. അതിന്റെ നിസ്കാരത്തിന്റെ പവറാ. നമ്മൾ നിസ്കരിക്കണ്ട്. ഞാൻ എത്ര ഉസ്താദ് നിസ്കരിക്കാ, ളുഹ, തഹജ്ജുദ് ഒക്കെ നിസ്കരിക്കണ്ട്. എന്നിട്ടും എന്റെ വീട്ടിലെ പശു ചത്തുപോയല്ലോ ഉസ്താദേ എന്നാ പറയാ, അല്ലെ? ആട് വെള്ളം കുടിക്കാനുള്ള ഉസ്താദ്, ഞാൻ എന്തിനാ അങ്ങനെ നിസ്കരിക്കണേ? അതിനൊക്കെ നിസ്കാരത്തിന്റെ പുറത്തേക്ക് കയറും. അത് ആവണില്ല. അതുകൊണ്ടാണ് وَإِنَّهَا لَكَبِيرَةٌ إِلَّا عَلَى الْخَاشِعِينَ الَّذِينَ يَظُنُّونَ أَنَّهُمْ مُلَاقُو رَبِّهِمْ وَأَنَّهُمْ إِلَيْهِ راجعون. സൂറത്തുൽ ബഖറ. നിസ്കാരം നിന്റെ കൂടെ സഹായ. നിസ്കാരമാണ്. അതിനെന്ത് ചെയ്യണം? അതിന് ഖുർആൻ ഓതണം. ഞാനൊരു സൂറത്ത് പറയാ, നമ്മൾ സ്ഥിരം ഓതണ ഒരു സൂറത്താണ്. കൂടുതൽ ഓതിയാൽ മതി. ഓതുമ്പോ അതിൻ്റെതായ അതപ്പില് കാണാതെ ഓതാൻ അറിയാം, എന്നാലും കണ്ടോതണം. കാണാതെ ഓതാൻ അറിയാമെന്നാലും കണ്ടോതണം. ഒളുഓടുകൂടെ അതപോടുകൂടെ ഓതണം. വേഗത കുറച്ചോതണം. നോക്കി ഓതുമ്പോൾ കണ്ണിനൊരു കുളിർമ. ഖുർആന്റെ ലിപിയല്ലേ. നോക്കി ഓതലും കണ്ണിന്റെ ഒരു പാരായണം. കണ്ടു ഓതുമ്പോൾ കണ്ണിനും ഒരു പാരായണം, കാതിനും ഒരു പാരായണം. ഖുർആന് വേണ്ടിയിട്ട് നമ്മളൊരു ബഹുമാനത്തോടുകൂടെ കടന്നു വരുന്ന ഉളൂഇന്റെ ഒരുക്കങ്ങൾ എല്ലാം കൂലിയാണ്. അതിനുവേണ്ടി തന്നെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉളൂഓടുകൂടിയുള്ള പാരായണത്തിന് പ്രത്യേകതകൾ കൂടുതലാ. ഒരു സൂറത്ത് ഞാൻ പറയാം. പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമാണ് ആ സൂറത്ത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഖുർആന്റെ ഹൃദയം ഏത് സൂറത്ത്? സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ ഖുർആന്റെ ഹൃദയമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി ലികുല്ലി ശൈഇൻ ഖൽബ് വഖൽബുൽ ഖുർആൻ. സൂറത്ത് യാസീൻ വല്ലാത്തൊരു സൂറത്ത്, വല്ലാത്തൊരു സൂറത്ത്. യാസീൻ ഇങ്ങനെ കൂടുതൽ ഓതാം. യാസീൻ കൂടുതൽ ഓതുന്ന ആൾക്ക് മരിക്കാൻ നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവിൽ ഇങ്ങനെ നേരെ വരും. എന്തുകൊണ്ടാന്നറിയോ? ഈ യാസീന്റെ ക്രോഡീകരണത്തിന്റെ ഒരു വൽഹാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ധ്വനിയാണ് ഉത്തേജിപ്പിക്കുക. എന്റെ വക പറഞ്ഞതല്ല. മഹാനായ ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ സൂറത്ത് യാസീന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, യാസീന്റെ അക്ഷരങ്ങളുടെ ക്രോഡീകരണം ഒരു മനുഷ്യന്റെ ഖൽബിൽ തൗഹീദിന്റെ ധ്വനി എത്തിക്കാം. യാസീനുമായി നിരന്തരം ബന്ധമുണ്ടോ? എന്നാൽ മരിക്കാൻ നേരം കെലിമ നാവിൽ ഇങ്ങനെ അറിയാതെ വരും. കാരണം യാസീന്റെ ടോട്ടൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അനുഗ്രഹിച്ച യാസീനെ കുറിച്ച് പിന്നൊരിക്കൽ പറയാം. ഒരൽപ്പം പറയാം. യാസീനോദനം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിന്റെ സന്തോഷത്തിലും സൂറത്ത് യാസീൻ. സന്തോഷം വരുമ്പോ നമ്മളങ്ങ് മൂളിപ്പാടാറുണ്ടല്ലോ. അങ്ങനെയുണ്ട്. സന്തോഷം ഉണ്ടെങ്കിൽ ആ പച്ചക്കറി അരിയുമ്പോഴൊക്കെ അങ്ങനെ അറിയാതൊരു പാട്ടൊക്കെ പാടും. സന്തോഷം വരുമ്പോ ഒരു പാട്ട്. സ്വർഗം സന്തോഷമാ, സുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസ്വാജ് മൊത്തിയിട്ടെപ്പോഴും ഉല്ലാസമാ, ഹുറുൽ ഹിസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്,
താരാട്ട് പാടാൻ തോഴികൾ പലതുണ്ട്. മനോഹരമാ സ്വർഗം, സന്തോഷമാ സ്വർഗം. അള്ളാഹു സ്വർഗം തരട്ടെ. അള്ളാഹുവിന്റെ സ്വർഗം അവൻ ഔദാര്യമായി നമുക്കും നമ്മുടെ കുടുംബത്തിനും മരിച്ചുപോയവർക്കും തരട്ടെ. സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ, എന്തോ ഒരു രസകരമായ കാഴ്ചകൾ അതിലുണ്ട്. മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. മോഹിച്ച പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട. കാലപ്പഴക്കത്താൽ നീ നരയ്ക്കണ്ട, 33 കവിയണ്ട. സന്തോഷ സ്വർഗം. സന്തോഷം വരുമ്പോൾ മൂളും, സന്തോഷം വരുമ്പോൾ 2 വരി ഒന്ന് പാടും. സ്വർഗവാസികൾ പാട്ടുപോലെ സ്വർഗത്തിൽ പാടാൻ മൂളാൻ, സ്വർഗത്തിന്റെ ആനന്ദത്തിൽ ലയിക്കാൻ അവരിൽ ചുണ്ടിൽ ഒഴുകി ഒഴുകി വരുന്ന അനശ്വരമായ വാക്കുകൾ 3 സൂറത്തുകളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 1 സൂറത്ത് ത്വഹ, 2 സൂറത്ത് യാസീൻ, 3 സൂറത്ത് മറിയം ഹബീബായ മുഹമ്മദ് മുസ്തഫ. ചില റിവായത്തിലുണ്ട് സൂറത്ത് യൂസുഫ് എന്നുണ്ട്. സൂറത്ത് യാസീൻ സ്വർഗത്തിലുണ്ട്. സൂറത്ത് യാസീൻ സ്വർഗത്തിലുണ്ട്. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പാരായണമുണ്ട്. സൂറത്ത് ത്വഹ, സൂറത്ത് യാസീൻ. നബിയുനാ റസൂലുള്ളാഹി വലിയ പഴയ സൂറത്താണ്. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് അള്ളാഹു പാരായണം ചെയ്തു സൂറത്ത് യാസീനും സൂറത്ത് ത്വാഹയും. ഇനി ഭൂമിയൊക്കെ അവസാനിച്ചു മഹ്ശറയും കഴിഞ്ഞ് സ്വർഗത്തിലെത്തിയാലും അവിടെ സൂറത്ത് യാസീൻ. നല്ല പഴക്കമുള്ള സൂറത്താണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, ഇന്നല്ലാഹ തആല ഖറഅ ത്വഹ വ യാസീൻ ഖബ്ല അൻ ഖലഖ ആദമ ബിഅൽഫിഅ. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് അല്ലാഹു താഹ സൂറത്തും യാസീൻ സൂറത്തും പാരായണം ചെയ്തു. ഇത് മലക്കുകൾ കേട്ടു. മഹാനായ ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്, ഫഇദാ സമിഅത്തിൽ മലായികതു, അല്ലാഹുവിന്റെ പാരായണം മലക്കുകൾ കേൾക്കുമ്പോൾ ഖാലൂ, അവര് പറയുമായിരുന്നു, തൂബാ ലി ഉമ്മത്തിൻ, ഈ സൂറത്തുകൾ അവതരിക്കപ്പെടുന്ന സമുദായത്തിന് മംഗളം ഞങ്ങൾ നേരുന്നു. വതൂബാ ലി അൽസുനിൻ തതകല്ലമു ബിഹാദാ, സൂറത്ത് ത്വാഹയും സൂറത്ത് യാസീനും ഒരു വട്ടം ഓതാൻ ഭാഗ്യമുള്ള നാവേ, നിനക്ക് ഞങ്ങൾ മംഗളം നേരുന്നു. വതൂബാ ലി അജ്വാഫിൻ തഹ്മിലു ഹാദാ, സൂറത്ത് ത്വാഹയും സൂറത്ത് യാസീനും മനപ്പാടമുള്ള ഖൽബിന്റെ ഉടമേ, നിന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ ഐശ്വര്യമുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് അന്ന് മലക്ക് ദുആ ചെയ്തിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരാൾ മരണാസന്നനാണ് എങ്കിൽ സൂറത്ത് യാസീൻ കേൾപ്പിക്കണേ. യാസീൻ കേട്ട് മരിച്ചാൽ ആ മനുഷ്യന് അള്ളാഹുവിന്റെ മഹാന്മാരായ മലക്കുകൾ ജനാസാനുഗമനത്തിൽ അയാളുടെ കൂടെ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നീട് വിശദീകരിക്കാൻ നമുക്ക്. ഏതായാലും പരിശുദ്ധമായ ഖുർആന്റെ പാരായണം നിരന്തരം ഉണ്ടായാൽ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം നമ്മുടെ അമലുകൾക്ക് ഹൃദയ സാന്നിധ്യം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് മഹാന്മാരെ കണ്ടെത്തിയ ഒരു തത്വമാണ്. ഒരുപാട് ഖത്തോദി ആളുകളൊക്കെ ഉണ്ട്.
മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഒരു മഹാനെ പറയുന്നുണ്ട്, മഹാനായ ഇബ്നു സദാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം 4 ഖത്തം ഓതുമായിരുന്നു. അള്ളാഹു സമയത്തിന് ബർക്കത്ത് കൊടുത്താ അത് ഉണ്ടാവും. ഒരു ദിവസം 4 ഖത്തം. എന്റെ വകയല്ല, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്. 4 ഖത്തം ഒരു ദിവസം ഓതുമെങ്കിൽ ആ മഹാൻ 30 ദിവസത്തിൽ 120 ഖത്തം ഓതുമായിരുന്നു. ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു എന്നല്ല പറഞ്ഞു, നിരന്തരം എങ്ങനെയാണ്. മഹാനായ ഇമാം ശാഫിഈ കേട്ടോളൂ, മഹാനായ ഇമാം നവവി ശറഹുൽ മുഹദ്ദബിന്റെ തുടക്കത്തിൽ അതിന്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു യഖ്തിമു ഫീ കുല്ലി ശഹ്രിൻ 60 ഖത്മാ. 60 ഖത്തം ഒരു മാസം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അപ്പൊ ഒരു ദിവസം 2 ഖത്തം, ഒരെണ്ണം പകല് ഒരെണ്ണം രാത്രി. രാത്രിയിലെ ഖത്തം നിസ്കാരത്തിന്റെ അകത്ത്. അവരൊക്കെ ഒരുപാട് ഇബാദത്ത് ചെയ്തു, ഒരുപാട് ഇബാദത്ത്, നിരന്തരം ഇബാദത്ത് തന്നെ. ഖുർആൻ ഓതിക്കൊണ്ടൊരു മഹാൻ മരണപ്പെട്ടു. സ്വഹാബിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിരന്തരം ഖുർആനോ തന്നെ. ഖുർആനിന്റെ ക്രോഡീകരണത്തിൽ ആ ജീവിതത്തിന് വലിയ ബന്ധമുണ്ട്. സൂറത്തുൽ ബഖറ ഓതുമ്പോഴാ മരണം. ആ ശരീരത്തിൽ നിന്നും പൊടിഞ്ഞു വീണ രക്തം ആ മുസഹഫിന്റെ പകർപ്പിൽ വീണിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിസ്കാരത്തിന്റെ ലഹരി കിട്ടിയ മഹാനാണ്. നിസ്കാരത്തിന്റെ ലഹരി കിട്ടിയ മഹാനാണ് ഉസ്മാൻ. എന്തുകൊണ്ട്? നിസ്കാരത്തിന്റെ ലഹരി കിട്ടാൻ ഖുർആൻ ഓതി, ഒരുപാട് ഓതി ഓതി ഓതി. ഫത്ഹുൽ ബാരിയിൽ കാണാം ഹദീസ്, ഇസ്നാദുൻ സ്വഹീഹ് എന്നാണ് ഇബ്നു ഹജർ തങ്ങൾ ഹദീസ് പറഞ്ഞിട്ട് പറയുന്നത്, عن السائب بن يزيد أن عثمان قرأ القرآن ليلة في ركعة لم يصل غيرها. വിത്തർ നിസ്കരിക്കുമ്പോൾ അൽ ബഖറ കഴിഞ്ഞാൽ, വിത്തർ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ കഴിഞ്ഞാൽ നേരെ അൽ ബഖറ, അവിടെ നിന്ന് തുടങ്ങിയ പിന്നെ ഖുർആന്റെ ലഹരിയാണ്. നിസ്കാരത്തിൽ ഖുർആന്റെ ലഹരി സയ്യിദുനാ ഉസ്മാൻ നിസ്കാരത്തിന്റെ ഭാരമറിയാതെ പോയി. സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ട ആളാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഖുർആൻ ഇങ്ങനെ ഓതി ഓതി നഫീസത്തുൽ മിസ്രിയ ഏറെ കറാമത്തും കാട്ടിയേ ബീവി നെയ്ലെന്ന നദിയെ ഒഴുക്കിയേ ഏറ്റവും ഫളൽ ശറഫൂട്ടിയേ ഖുർആൻ ഓതുമ്പോൾ നോമ്പോടെ മൗത്തായേ. വല്ലാത്ത ഒരു ജീവിതമായിരുന്നു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ, സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കെ നോമ്പോടുകൂടെ മരണപ്പെട്ടു. ബീവി നഫീസത്തുൽ മിസ്രിയ ഏറെ വീരീത ശറഫ് മികന്തുള്ള ബിബരം വിലായത്തിൽ പൂത്തുള്ള നല്ല വളർമാന നഫീസത്തുൽ മിസ്രിയ ബാബി ഖിയാമത്തെ ഓർത്തല്ലോ ബീവി വലിയോനിൽ ദുആതോനെ ചേർത്തല്ലോ വീടുള്ളിൽ ഖബറും പണിതല്ലോ അതിൽ ബി ഒരുപാട് ഖത്തം തീർത്തല്ലോ. ബെഡ്റൂമില് ഖബർ കുഴിച്ച് ഖത്തോതി. എത്രയാന്നറിയോ? ഒരു റിവായത്ത് അനുസരിച്ച് 6000, ഒരു റിവായത്ത് അനുസരിച്ച് 2000, ഒരു റിവായത്തിൽ 1900, ഒരു റിവായത്തിൽ ആ കിടപ്പ് മുറിയിൽ ആ ഖബറിൽ 190 ഖത്തം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അമൽ ചെയ്തവരൊക്കെ ഖുർആൻ ഓതിയിട്ടുണ്ട്, അമൽ ചെയ്തവരൊക്കെ ഖുർആൻ ഓതിയിട്ടുണ്ട്. നമുക്ക് മോദണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ അമലുകൾക്ക് ബർക്കത്ത് ഉണ്ടാവണം, അതിന് ഖുർആൻ പാരായണം വേണം. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്.